തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വന്നു. ഭരണ സംവിധാനങ്ങളും ക്രമീകരണങ്ങളൊക്കെ ഏകദേശം എല്ലായിടത്തും തന്നെ രൂപപ്പെട്ടു തുടങ്ങി. പലയിടങ്ങളിലും സത്യപ്രതിജ്ഞ നടന്നു. ഭരണസമിതി രൂപീകൃതമാവുകയും ചെയ്തു. അതിനിടയിൽ കോമഡികൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. കൂറുമാറ്റം തകൃതിയായി നടക്കുന്നുണ്ട്. ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് തലസ്ഥാന നഗരി കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഭരണം കിട്ടിയപ്പോൾ എല്ലാവരും അവിടെ ആര് ഭരിക്കും എന്നാണ് ഉറ്റുനോക്കിയിരുന്നത്. ആർ ശ്രീലേഖ IPS തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ എല്ലാവരും ജനങ്ങളുടെ ഇടയിലൊരു വിശ്വാസമുണ്ടായിരുന്നു, ശ്രീലേഖ IPS തന്നെയായിരിക്കും കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ. ജനങ്ങൾ ഒരുപക്ഷെ അത് ആഗ്രഹിച്ചു കാണും. കാരണം സാധാരണഗതിയിലെ ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ അടുക്കളയിൽ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീനെ, അല്ലെങ്കിൽ കൂട്ടാൻ വെച്ച് കൊണ്ടിരിക്കുന്ന സ്ത്രീനെ, അല്ലെങ്കിൽ വിറക് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീനെ, അല്ലെങ്കിൽ വെള്ളം കോരി നിൽക്കുന്ന ഒരു സ്ത്രീനെയൊക്കെ ഒന്ന് വിളിച്ചിട്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിർത്തുക. അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ വരാൻ കൂട്ടാക്കാഞ്ഞിട്ടായിരിക്കാം. കാരണം രാഷ്ട്രീയ അതിപ്രസരം അവർക്ക് ഒരുപക്ഷെ താങ്ങാൻ പറ്റില്ല. വ്യക്തിത്വമുള്ള സ്ത്രീകൾക്ക് താങ്ങാൻ പറ്റില്ല. അവർ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ബുദ്ധി എന്നുള്ള സംഗതി അവിടെ പാടില്ല. മേലിന്ന് നിർദ്ദേശം വരും, ആ നിർദ്ദേശം അങ്ങോട്ട് നടപ്പിലാക്കുക. ആജ്ഞാനുവർത്തികളെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ മൂളയില്ലാത്ത സ്ത്രീകൾ എവിടെയുണ്ടോ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക എന്നാണ് ഇപ്പോൾ ഈ റിസർവേഷൻ വന്നതോടുകൂടി, സ്ത്രീകൾക്ക് റിസർവേഷൻ വന്നതോടുകൂടി രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നത്. എവിടെയൊക്കെയാണ് പറഞ്ഞത് കേൾക്കുന്ന, ഏറ്റവും നല്ല അനുസരണശീലമുള്ള സ്ത്രീകൾ എവിടെയാണ് അവരെ സ്ഥാനാർത്ഥിയാക്കുക. വന്നു കഴിഞ്ഞ് തകിടം മറിയും. അത് ആലോചിക്കാനുള്ള മന്ദബുദ്ധികൾക്കില്ല. കാരണം വേണ്ട, ഇതൊരു അനാവശ്യ ഘടകമാണ് ബുദ്ധി. ഒരു കുടുംബം കൊണ്ടു നടക്കണമെങ്കിൽ ഈ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. അഭിനയവും പ്രിറ്റൻഷൻസൊക്കെ മതി നാട്യങ്ങളൊക്കെ മതി എന്ന് അവർ വിശ്വസിച്ചു പോയുന്നുണ്ട് നൂറ്റാണ്ടുകളായിട്ട്. അതുകൊണ്ട് അവരത് തൽക്കാലം റെഫ്രിജറേറ്ററിൽ വെച്ചിരിക്കുകയാണ്. അവസരം വന്നാൽ അതെടുത്ത് ഉപയോഗിക്കുമെന്നുള്ളത് ഈ പുരുഷകേസികൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്നാലും ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിൽക്കും. പഠിച്ചെടുക്കുന്നത് വരെയെങ്കിലും ചിന്താശേഷിയില്ലാത്ത പെണ്ണുങ്ങളാണ് നമുക്ക് സൗകര്യം എന്ന നിലയിൽ ഈ റിസർവേഷൻ 33-50% റിസർവേഷൻ വന്നതോടുകൂടി അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണ് പതിവ്. അപ്പോൾ സ്വാഭാവികമായും ശ്രീലേഖ IPS വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും നഗരമാതാവായിട്ട് ഒരു IPSകാരി വരുന്നത് ഏത് കക്ഷികൾക്കും, അതായത് ഇടതുപക്ഷ അനുഭാവികൾക്കടക്കം അല്ലെങ്കിൽ വലതുപക്ഷ അനുഭാവികൾക്ക് അടക്കം അത് ഗുണം ചെയ്യും, നഗരത്തിന് ഗുണം ചെയ്യുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം BJPക്കും കൂടി വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ജയിക്കില്ല എന്ന് സന്ദേഹിച്ചിരുന്ന ഈ ഇപ്പോൾ മേയറായിട്ടുള്ള ആൾക്കാരും ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇലക്ഷന് നിന്നിരുന്നു. ശ്രീലേഖ IPSനെ പിടിച്ച് അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അവർ വോട്ട് ചെയ്തോട്ടെ, ഇനി എങ്ങാനും ജയിച്ചില്ലെങ്കിൽ ഇവർ ജയിക്കുമെന്നുള്ളൊരു ആർക്കും വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സേവനത്തെയും അവരുടെ സുദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സേവനത്തെയും ഒന്നും നമ്മൾ നിസ്സാരവൽക്കരിക്കുകയല്ല. പക്ഷെ ജനങ്ങളുടെ ചിന്ത അങ്ങനെയായി പോയിട്ടുണ്ട്. ശ്രീലേഖ IPS വന്നാൽ നഗരമാതാവാവും. അത് നഗരത്തിൻ്റെ രൂപം തന്നെ മാറ്റിയേക്കും. കാരണം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതാണ്. വികസിത രാജ്യങ്ങളിൽ എന്തൊക്കെ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി വായിച്ചറിയുകയും കണ്ടറിയുകയും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം, സിറ്റിയുടെ മുഖച്ഛായ തന്നെ ഒക്കെ അങ്ങോട്ട് മാറ്റുന്ന രീതിയിൽ നയങ്ങൾ കൊണ്ടുവരാനും നടപ്പിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് തർക്കമൊന്നുമില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ചെയ്യില്ല എന്നുള്ളത് കണ്ടറിയണം. വിദ്യാഭ്യാസവും പൊതുസേവനം അല്ലെങ്കിൽ വലിയ വലിയ ബ്യൂറോക്രസിയും പൊതുസേവനവും രണ്ടാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചു കളഞ്ഞു. ശ്രീലേഖ IPSും അത് വിശ്വസിച്ചു.
കിട്ടുമെന്ന് തന്നെ അവരും അത് കരുതി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചെർച്ചിയെ കാട്ടി മാത്തിരിയെ കെട്ടി എന്നുള്ളത്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ചെർച്ചിനെ കാണിച്ചു കൊടുത്തു. നല്ല ഭംഗിയുള്ള വീട്ടിലെ ചെർച്ചിയാണ് ഭംഗി. ആ ചെർച്ചിയെ പെണ്ണിന് കാണുമ്പോൾ കാണിച്ചു കൊടുത്തിട്ടും അവസാനം മാത്തിരിയെ കൊണ്ട് ചെക്കനെ കെട്ടിപ്പിച്ചു എന്നുള്ള രീതിയിൽ ജനങ്ങളെ കൊണ്ടൊക്കെ ചെർച്ചിയെ കാണിച്ചു, സമ്മതിദായകരെ കൊണ്ട് ചെർച്ചിയാണ് എന്ന് പറഞ്ഞ് നഗരമാതാവ് എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി അവസാനം ഇപ്പോൾ മാത്തിരിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി എന്ന രീതിയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ശ്രീലേഖ IPSക്ക് മോഹഭംഗമല്ല, അതൊരു ഹ്യൂമിലിയേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അവരൊരു കൗൺസിലർ ആവാൻ വേണ്ടി സാധാരണഗതിയിൽ വരില്ല. അവർക്ക് അങ്ങനെ ഒരു ഓഫർ ഉണ്ടായത് കൊണ്ട് തന്നെ ആയിരിക്കും വരിക. കാരണം കൗൺസിലറുകളായിട്ട് വരുന്ന പെണ്ണുങ്ങൾ ബഹുഭൂരിപക്ഷവും ഞാൻ പറഞ്ഞല്ലോ ഒരു ചിന്താശേഷി ഇല്ലാത്ത സ്ത്രീകൾ. അവരുടെ കൂടെ വെറുതെ ഇരിക്കുക, പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഭരണപക്ഷത്ത് ഇരിക്കുക, സാർ എന്ന് വിളിച്ച് നിൽക്കുക. അവരെ പോലുള്ള സ്ത്രീക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിലപ്പുറം എനിക്ക് ജനങ്ങളെ സേവിക്കണം എന്നുള്ള രീതിയിൽ നിസ്വാർത്ഥ സേവനത്തിന് വരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു കക്ഷിയും ആയിരിക്കില്ല ശ്രീലേഖ IPS. അങ്ങനെയാണെങ്കിൽ അവർക്ക് സേവനം ചെയ്യാൻ ഒരുപടി അവസരങ്ങളുണ്ട്. രാഷ്ട്രീയ കക്ഷിയിലേക്ക് BJPയിലേക്കോ CPMയിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരുപടി കൈ നിറയെ പെൻഷൻ ഒക്കെ ഉള്ള സ്ത്രീയാണ്. അവർക്ക് മാത്രമല്ല, അവർ പൊതുസേവനത്തിൽ വന്നാൽ എത്ര കണ്ട് ശോഭിക്കുമെന്ന് അറിയാം. ജനങ്ങളെ വെറുപ്പിച്ചു വിടാനാണ് സാധ്യത ബ്യൂറോക്രറ്റ്സ്. കാരണം ഇത്രയധികം അധികാര പദവിയിലിരുന്ന് നിർദ്ദേശങ്ങൾ കൊടുത്ത് ഒരുപിടി പൈസ വെറുതെ ഇഷ്ടപ്രകാരം പൈസയൊക്കെ കിട്ടുന്ന ആൾക്കാരാണല്ലോ. ആൾക്കാർക്ക് ജനങ്ങളെ സേവിക്കാനുള്ള പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിൽ ജനങ്ങളെ സേവിക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അവർക്ക് അധികാരം ഗ്ലിറ്ററും ഒക്കെ കണക്കാക്കി തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുസേവനത്തിനോട് അവർക്ക് അത്രയ്ക്കധികം താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഇനി എക്സെപ്ഷൻ ആണോ കണ്ടറിയാൻ വരുന്ന നാളുകളിലൊക്കെ. ഇനി ഇവരെ ഇത്തരക്കാരെ ഈ ബ്യൂറോക്രറ്റ്സിനെ വിളിച്ചാൽ തന്നെ MLA തന്നെ പ്രൊഫസർമാരും റിട്ടയർഡ് ആൾക്കാരൊക്കെ വലിയ ആൾക്കാരൊക്കെ MLA ആയിട്ടുള്ള സമയത്തൊക്കെ നമുക്കറിയാം. ഒരു പൊതുപ്രവർത്തകനെ വിളിക്കുന്ന പോലെയല്ല ഇവരെ വിളിച്ചാൽ ഇവർക്ക് നേരബലങ്ങളുണ്ട്. ഇവരെ അറ്റൻഡ് ചെയ്യില്ല. കാരണം ഇവർ സുഖിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ് ബ്യൂറോക്രറ്റ്സ് എന്ന് പറഞ്ഞാൽ. അവർക്ക് കൃത്യമായ സമയം, അവധി അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ജനങ്ങളുടെ പ്രശ്നം ഒന്നും അത്ര വലിയ വിഷയം. റിട്ടയർ ചെയ്യുമ്പോഴേക്കും അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത വരുന്നത്, അങ്ങനെ ഒരു അസുഖം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. റിട്ടയർ ചെയ്യുന്നതോടുകൂടി അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത. അതുവരെ ഒരു കാര്യത്തിലും ഇടപെടില്ല. ഒരു ഫയൽ എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്. അത് വേണ്ട വിധം കൈകാര്യം ചെയ്യുക ഒന്നും അവർ ചെയ്യില്ല. ശ്രീലേഖ IPSനെ കുറിച്ചും അവർ സർവീസിലിരിക്കുന്ന കാലത്ത് ഒരുപിടി കംപ്ലയിൻറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, പല കേസസും. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ പറയുകയല്ല. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഭയങ്കര നാണക്കേടായി ഇങ്ങനെ ഒരു കൗൺസിലർ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ അവരോട് ചെയ്ത ഒരു വലിയ അപരാധം തന്നെയാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത്. അതിന് അവർക്ക് പുതിയ ഓഫേഴ്സൊക്കെ കൊടുത്തു. ഓഫറിൽ ഇപ്പോൾ എന്ത് ഓഫർ, അടുത്ത അസംബ്ലി ജയിച്ചില്ലെങ്കിൽ വേറെ വലിയ പദവികളൊക്കെ കൊടുക്കുമെന്ന് പറയുന്നത് കണ്ടറിയാം, കൊടുക്കില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് രാഷ്ട്രീയക്കാരെ. സ്ത്രീകൾക്കൊന്നും അവർ ബുദ്ധിയുള്ള സ്ത്രീകളെ. അപ്പോൾ നമ്മൾ അമ്രപാലികയുടെ കഥ തന്നെ എടുത്തറിയാം. അമ്രപാലിക ഫെഡറേഷനെ കുറിച്ച് ഗംഭീര ധാരണയുള്ളൊരു സ്ത്രീയായിരുന്നു. അവർ പണ്ഡിതന്മാരായ പുരുഷന്മാരായ പണ്ഡിതന്മാരെയൊക്കെ തന്നെ തർക്കങ്ങളിൽ വെല്ലുവിളിക്കാറുണ്ട്, തർക്കങ്ങളിൽ തോൽപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ പണ്ഡിത ശ്രേഷ്ഠ എന്ന പദവി കൊടുക്കുന്നതിന് പകരം നഗരവധു എന്നൊരു പദവി കൊടുത്ത ഒരു ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ അവർ ഒരു വേശ്യയെ അംഗീകരിക്കാം, എന്നാലും ബുദ്ധിയുള്ള സ്ത്രീകളെയൊന്നും കഴിവുള്ള സ്ത്രീകളെയൊന്നും പുരുഷന്മാരെ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നിയമം പാസ്സായി 50%, 33% സ്ത്രീകൾക്ക് വരികയാണെങ്കിൽ തന്നെ ആദ്യം പറ്റാവുന്നിടത്തോളം ഭരണം അല്ലെങ്കിൽ അധികാരം നമ്മുടെ കയ്യിലിരിക്കണമെന്ന രീതിയിൽ പുരുഷന്മാർ അത് വിട്ടുകൊടുക്കുകയൊന്നുമില്ല. എവിടുന്നെങ്കിലും മന്ദബുദ്ധികളായ സ്ത്രീകളെയൊക്കെ വെച്ച് അവർ വളരെ സുഖകരമായി ഭരണം നടത്തുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രശാന്ത്, അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവർക്ക് വേണം എന്നുള്ള രീതിയിൽ അവർ പ്രശാന്തിനെ നേരിട്ട് വിളിച്ചു. അതുപോലെ തന്നെ
അവർ പ്രസാദിൻ്റെ MLA ഓഫീസിലേക്ക് നേരിട്ട് വന്നു. അതിൻ്റെ സൗകര്യങ്ങളൊക്കെ പരിശോധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയൊക്കെ പോകുന്നു കണ്ടു. അത് അവർക്കൊരു അവർക്ക് ഏറ്റ ആഘാതത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവർ ഇനിയൊരു സെക്രട്ടറിയോട് അപേക്ഷ കൊടുത്ത് അത് കൗൺസിലിൽ വെച്ച് മേയർക്ക് അപേക്ഷ കൊടുത്ത് മേയർ സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്ത് അത് കൗൺസിലിൽ വെച്ച് അവർക്കൊരു ഓഫീസ് വേണമെന്നുള്ള ഒരു ഓഫീസ് വേണമെന്ന് എന്നുള്ളത് അറിയിച്ച് അത് ആ സമയമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരെ അവർക്ക് ഭയങ്കര നാണക്കേടാണ്. അങ്ങനെ ലഭിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. അവർക്കൊരു ഓഫീസ് നേരിട്ട് കൊടുക്കണം, അവരെ കാണാൻ ആൾക്കാർ വരണം. ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഞാൻ പരിഹസിക്കുകയല്ല, അങ്ങനത്തെ ഒരു ധാരണയും ജനാധിപത്യ ബോധവും ഒന്നുമില്ല, ചേട്ടാ എന്ന് വിളിച്ച് നടക്കുന്ന സ്ത്രീകളിലൊപ്പം ഇരുന്ന് അവരൊന്നുമില്ലാണ്ട് ഒരു ഓണറേറിയം വാങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിൽ അവരെ തരം താഴ്ത്തുക എന്നുള്ളത് വളരെ മോശം തന്നെയാണ്. പക്ഷേ ഞാൻ പറയാം, ഇത്തരം വിദ്യാഭ്യാസം അതേപോലെ തന്നെ ജനാധിപത്യ ബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ള ശ്രീലേഖ IPS പോലത്തെ സ്ത്രീകളാണ് ശരിക്കും വരേണ്ടത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരേണ്ടത്. കാരണം അതാണ് നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിത്തട്ട്. അപ്പോൾ ആ അടിത്തട്ടിൽ തന്നെ ഇത്തരം ആൾക്കാരെയാണ് ശരിക്കും കൊണ്ടുവരേണ്ടത്. അവിടെ ശരിയായി വന്നാലേ. കാരണം ഈ ഓരോ പഞ്ചായത്തിലും ഭരണഘടനയെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കണം, ഭരണഘടന പഠിപ്പിക്കേണ്ടതുണ്ട്. ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അത് വേണം എന്ന് കുറച്ച് ഇന്നോവേഷൻസ് ഒക്കെ വരുത്താൻ പറ്റും. മറ്റേ ഈ സ്ത്രീകൾ, ഈ ബുദ്ധിയില്ലാത്തവറ്റ വന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ വന്നിട്ട് എൻ്റെ അറിവിൽ കുറേ മണ്ണ് മാഫിയക്കാരുടെ കൂടെ നിൽക്കുന്ന കാണാം. അവിടുന്ന് വരുന്ന കമ്മീഷൻ കിട്ടും, ഇവിടുന്ന് കമ്മീഷൻ കിട്ടും, അതിൽ നിന്നൊക്കെ മിണ്ടാതിരുന്ന് വാങ്ങി. സത്യവിരുദ്ധത കണ്ടാൽ തന്നെ മിണ്ടാനുള്ള ധൈര്യവും ഇല്ല, ആർജവും ഇല്ല. അവറ്റകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒപ്പിട്ട് പോരും. അപ്പോൾ അത് ഇത്തരം ആൾക്കാർ നിർത്തുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു മാറ്റം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരികയാണെങ്കിൽ അടിത്തട്ടിൽ നിന്ന് തന്നെ നല്ല മാറ്റങ്ങളുണ്ടാവും. പഞ്ചായത്തുകളുടെയും കോർപ്പറേഷൻ്റെയൊക്കെ മുഖച്ഛായ തന്നെ മാറും എന്നതിൽ യാതൊരു വക തർക്കവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ഓഫീസ് ഇട്ട് കൊടുക്കാം, ഒക്കെ വേണ്ടതാണ്. ഇനി ഇവർ വന്നിട്ട് കുടിസ് റൂമിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം ഉണ്ടല്ലോ, അപ്പോൾ അവർക്കത് സങ്കല്പിക്കാൻ പോലും വയ്യ. അതുകൊണ്ട് അവർ അവർക്ക് ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും ഇട്ടിട്ടുള്ളൊരു ശീലമേ ഉള്ളൂ. അവരെ കൊണ്ട് അവർ പെട്ടുപോയി. അവർ ഇലക്ഷന് നിൽക്കും ചെയ്തു. ഇനി എനിക്ക് പറ്റില്ല എന്നുകൊണ്ട് രാജിവെച്ച് പോരാനും പറ്റില്ല. അപ്പോൾ ഇനി വല്ല ഹെൽത്ത് റീസൺസ് ഒക്കെ പറഞ്ഞ് രാജിവെച്ച് വരണം. അത് പെട്ടെന്ന് തന്നെ പൊടുന്നതിനെ പറ്റൂല. അപ്പോൾ അവർക്ക് ഇരിക്കാനെങ്കിലും ഒരു മാന്യമായ സ്ഥലം വേണമല്ലോ. അല്ലാതെ ഈ വക ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ തന്നെ പറയാം, ഞാൻ ഈ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യം ജോലിക്ക് പോകാതിരുന്നത് ഈ ഭർത്താവിൻ്റെ കാശ് കൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ കാശ് കൊണ്ടോ അമ്മാനത്തിൻ്റെ കാശ് കൊണ്ടോ ജോലിക്ക് കയറി വരുന്ന അധ്യാപകരാണ് അവിടെ ഇരിക്കുന്നതൊക്കെ. അവരതേ പുട്ടും കുറ്റിയുമ തുണി ചുറ്റിയ പോലെയാണ് അവരുടെ കയ്യിലൊക്കെ സ്വർണ്ണം ഉണ്ടാവുക. ഒരു പുലബന്ധം പോലും ഇല്ല വിദ്യാഭ്യാസമായിട്ട്. എവിടെ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് തട്ടിക്കൂട്ടി വന്നിരിക്കും അവർ. അവരുടെ കൂടെ നമുക്ക് ഇരുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പൈസ ഉണ്ടായിട്ട് പോലും ഞാനൊക്കെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകാതിരുന്നത്. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ശ്രീലേഖ മേഡത്തിന് ഉണ്ടാവാൻ പോകുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഈ ഒരു ബോധമില്ലാത്ത സ്ത്രീകളിലൊപ്പം നടക്കുകയും യാത്ര ചെയ്യേണ്ടി വരികയും വീട് വിടാന്തരം കയറി ഇറങ്ങേണ്ടി വരികയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അവരിൽ ഒരാളായി നിന്ന് ഈ മേയറുടെ മുന്നിൽ റാൻ മൂളി നിൽക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് നിൽക്കാതിരിക്കാമായിരുന്നു. രാഷ്ട്രീയ കക്ഷിയിലേക്കൊന്നും വരാണ്ട് അവനവൻ്റെ രീതിയിൽ വല്ല സേവനമൊക്കെ നടത്താൻ മതിയായിരുന്നു. പിന്നെ അത്രയും ഈഗോ ലെവൽ 0 ആക്കി അവർ വരേണ്ടതായിരുന്നു. കാരണം പൊതുസേവനം എന്ന് പറഞ്ഞ പദവി മാത്രമല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എന്നുള്ള രീതിയിൽ വരേണ്ടതായിരുന്നു. പക്ഷെ അവർ വന്നത് അങ്ങനെയല്ല. അവർ അധികാരമോഹം കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു ഇച്ഛാഭംഗം ഉണ്ടാവുന്നുണ്ട്, അവർക്ക് ഹ്യൂമിലിയേഷൻ ഉണ്ടാവുന്നുണ്ട്. പൊതുസേവനത്തിനായി വരികയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇച്ഛാഭംഗം ഉണ്ടാവില്ല, അവർക്ക് അപമാനം ഉണ്ടാകില്ലായിരുന്നു. കാരണം ഞാൻ വന്നിട്ടിരുന്നത് ജനങ്ങളെ സേവിക്കാനല്ലേ. പക്ഷേ
മൊത്തത്തിൽ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം മാറി, രാഷ്ട്രീയ കക്ഷികളുടെ സ്വഭാവം മാറി. കാരണം ആരും ഇപ്പോൾ അവർക്ക് ശമ്പളമുണ്ട്, MLA-ക്ക് ഓണററി അല്ല, ശമ്പളമാണ്, മന്ത്രിക്ക് ശമ്പളമാണ്. അതേപോലെ ഇവർക്ക് മാത്രം ശമ്പളം ആക്കിയിട്ടില്ല തോന്നുന്നു, ഓണററിയാ തോന്നുന്നു, ഇനി ഇവർക്കും ആക്കും. അപ്പോൾ പൊതുസേവനം എന്നുള്ള സംഗതി തന്നെ മാറി. അപ്പോൾ ഈ അവിടെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഇച്ഛാഭംഗം, ഇവർക്കുണ്ടായ ഇച്ഛാഭംഗത്തെ നമുക്ക് ഒന്നുമല്ല എന്ന് പറയാൻ സാധിക്കില്ല. അതൊരു ഇച്ഛാഭംഗത്തെ, അതൊരു ഹ്യൂമിലിയേഷൻ തന്നെയാണ്. കാരണം എല്ലാവരും പൊതുസേവനത്തിനല്ലല്ലോ വരുന്നത്. പൊതുസേവനം എന്നുള്ളതൊക്കെ റീഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീലേഖ IPS-നെയും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റ് പറയാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.